യാത്രക്കാരെ വലച്ച് വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിനെതിരെ സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും യാത്രക്കാരുടെ പ്രതിഷേധം. പാർശ്വഫല വിവാദങ്ങൾക്കിടെ കോവിഷീൽഡ് വാക്സിൻ പിൻവലിച്ച് നിർമ്മാതാക്കളായ ആസ്ട്രാസെനക ഉൽപാദനവും വിതരണവും പൂർണ്ണമായും നിർത്തി. മാർക്കറ്റിലുള്ള മരുന്നുകളും പിൻവലിക്കും. തീരുമാനം വാക്സിന്റെ ആവശ്യകത കുറഞ്ഞതിനാലെന്ന് വിശദീകരണം. മൂന്നാം ഘട്ട വോട്ടെടുപ്പിലും നിരാശപ്പെടുത്തുന്ന പോളിംഗ് ശതമാനം. ഒടുവിലത്തെ കണക്ക് പ്രകാരം വോട്ട് രേഖപ്പെടുത്തിയത് 64.4% പേർ. പോളിംഗ് കുറവ് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും. SSLC ഫലപ്രഖ്യാപനം ഇന്ന് 3 മണിക്ക്. പരീക്ഷ എഴുതിയത് 4,27,000-ലധികം വിദ്യാർത്ഥികൾ. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം നാളെ. IPL-ൽ വിവാദമായി സഞ്ജു സാംസന്റെ പുറത്താകൽ. ക്യാച്ച് എടുത്ത ഡൽഹി താരം ഷായ് ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിൽ മുട്ടിയതായി സംശയം. ഡൽഹിയോട് 20 റൺസിന് തോറ്റ് രാജസ്ഥാൻ റോയൽസ്.